പാവയ്ക്ക പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൺചട്ടിയാണ് കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. വെളുത്ത പാവയ്ക്ക എടുക്കുകയാണെങ്കിൽ കയ്പ്പ് കുറവായിരിക്കും. ഞാനിവിടെ ഗ്രീൻ കളർ പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്, എനിക്കതാണ് ഇഷ്ടം. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ചൂണ്ടുവിരൽ വലിപ്പത്തിലുള്ളൊരു ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, പിന്നെ നമുക്ക് ബാക്കി പിന്നെ ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഞാനൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കത് എന്ത് ചെയ്യാം, എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത പ്രോസസ്സാണ്. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയാകും. എന്നിട്ട് അതിലേക്ക് കടുകിടുക. കുറച്ച് കടുകാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉലുവയിടുക. ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇടിയൻ മുളക്, നമ്മുടെ ഉണക്കമുളക് ഒരു 3 എണ്ണം, 2 3 എണ്ണം ഇടുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും ഒരു 15 ചുവന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക, 2 പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ നമ്മൾ ഒന്നിങ്ങനെ ആ പൊടിയുടെ പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ഓഫ് ചെയ്തിട്ടില്ല, ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു വലിയ തക്കാളി, ഒരു മീഡിയം സൈസോ അല്ലെങ്കിൽ വലിയൊരു തക്കാളിയോ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളി നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മളിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച ആ പുളി ഉണ്ടല്ലോ, തിളച്ച വെള്ളത്തിലിട്ട് വെച്ച ആ പുളി, അത് വെള്ളത്തിൻ്റെ ചൂടൊക്കെ ആറി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. ഒരുപാട് പുളിയാണെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് നല്ലപോലെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാവയ്ക്ക, വറുത്ത് വെച്ച പാവയ്ക്കയും കൂടെ, ഒന്ന് വാട്ടിയെടുത്ത പാവയ്ക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പാവയ്ക്ക ശരിക്കും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇത് നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് ഇത് സ്റ്റോർ ചെയ്യാനുള്ള ഐറ്റം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. വിനാഗിരി എന്നൊക്കെ പറയും. ഒരു 2 ടേബിൾ സ്പൂൺ വിനേഗറാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മൾ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തോളം, ചിലപ്പോൾ 1 മാസത്തിൽ കൂടുതലൊക്കെ ഇതിരുന്നോളൂ കേട്ടോ. അപ്പോൾ പാവയ്ക്ക എപ്പോഴും കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്ക്, എന്നാൽ പാവയ്ക്ക സ്കിന്നിന് നല്ലതുമാണ്, ഹെൽത്തിനും നല്ലതാണെന്ന് അറിയാവുന്നവർക്കൊക്കെ പാവയ്ക്ക കഴിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു വേ ആണ് കേട്ടോ ഇത്. അങ്ങനെ ആ വിനേഗർ ഒഴിച്ച് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ്സ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ നമുക്കിതൊരു ചില്ലിൻ്റെ കണ്ടെയ്നറിലേക്കോ എന്തെങ്കിലേക്കും മാറ്റി നല്ലപോലെ എയർ ടൈറ്റ് ആക്കി അടച്ച് വയ്ക്കുക കേട്ടോ. ഇത് നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഞാനിവിടെ പച്ചപ്പാവയ്ക്ക് എടുത്തതുകൊണ്ട് കുറച്ച് കയ്പ്പുണ്ടാവും. നിങ്ങൾ വെള്ളപ്പാവയ്ക്ക് എടുക്കുകയാണെങ്കിൽ അത്രയും കയ്പ്പുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഹെൽത്തിനും സ്കിന്നിനും ഒക്കെ വേണ്ടിയിട്ട് പാവയ്ക്ക ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ.